ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്ന് കുറച്ച് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയ മാങ്ങയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഫാമിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വില കൂടുതൽ കാരണം വാങ്ങിയില്ലായിരുന്നു. 1 കിലോയ്ക്ക് 110 രൂപയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത് 65 രൂപയ്ക്ക് കിട്ടി 1 കിലോയ്ക്ക്. അപ്പോൾ 1-2 കൂട്ടുകാർ ചേർന്നെടുത്തതായത് കാരണം വില കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തെ വാങ്ങിയതിൽ നിന്നെല്ലാം കുറച്ചുകൂടെ വലിപ്പം കൂടിയ മാങ്ങയാണ്, പാകമായതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വില കുറയും. നേരത്തെ വാങ്ങിയ മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങി. അതിപ്പം എല്ലാം കൂടെ ആകുമ്പം അധികമാകും. നേരത്തെ വാങ്ങിയതാണ് കേട്ടോ. നല്ലപോലെ പഴുത്തിട്ടുണ്ട്. 3-4 വീതമൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞല്ലോ, നമുക്ക് പൗഡർ ഇടാതെ പഴുപ്പിക്കുക, അങ്ങനെ എടുക്കാൻ പറ്റുന്ന മാങ്ങയാണ്. മാർക്കറ്റിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ ഒരുപോലെ പഴുത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പൗഡർ ഇട്ട് എല്ലാം ഒരു ഫുൾ കളർ വെച്ചിരിക്കുന്നത്. അത് കാരണമാണ് അത് വാങ്ങിക്കാത്തത്. പിന്നെ ഇന്ന് നമ്മൾ 11 മണിയൊക്കെ ആകുമ്പം ഒരു ഇടഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ്റെ ചാനൽ കണ്ടുണ്ടാക്കുന്ന ഒരു ഓംലെറ്റാണ്. നമ്മുടെ ചിയ സീഡ്, ഉള്ളി, തക്കാളി, മുരിങ്ങയില അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ചിയ സീഡ് നല്ലതുപോലെ കുതിർത്തെടുത്തതാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉള്ളിയുണ്ട്, കുറച്ച് മുരിങ്ങയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലും കുറേ ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്. നല്ല നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നാടൻ മുട്ടയെന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്നത് നാടനൊന്നും അല്ലെന്ന് പറയാറുണ്ട്, എന്നാലും ഇങ്ങനെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തൊരു ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്. അത് ഒരു 10-11 മണിയാകുന്ന സമയത്ത് കഴിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ നെയ്യ് ചേർത്താണ് ഇത് വറക്കുന്നത് കേട്ടോ. നെയ്യുടെ ഗുണങ്ങളും ചിയ സീഡിൻ്റെയും ഒക്കെ ഗുണങ്ങളൊക്കെ ഒരുപാട് ചാനൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്ത് കഴിക്കാറുണ്ട്. കണ്ടിന്യൂ ആയിട്ട് കഴിക്കാറില്ല. ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മാമിൻ്റെ നമ്മുടെ മസാല ചായയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. ഒരുപാട് ഹെവി ആയിട്ടുള്ള നാസ്ത വേണ്ടാത്തവർക്ക് ഇതുപോലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി പിന്നെ ഒരു ഗ്ലാസ് പാലും കുടിച്ചാൽ അവർക്ക് നല്ലൊരു ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.